കെഎസ്ആർടിസിയിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്നതിനെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങാൻ തയ്യാറെടുക്കുകയാണ് സ്വകാര്യ ബസ് ഉടമകൾ. കെഎസ്ആർടിസിയിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പ്രഖ്യാപനം സ്വകാര്യ ബസ് മേഖല തകർക്കുമെന്നാണ് ആക്ഷേപം. പദ്ധതി നടപ്പിലായാൽ തെക്കൻ ജില്ലകളിൽ സ്വകാര്യ ബസ് സർവീസുകൾ പൂർണ്ണമായും നിർത്തലാക്കേണ്ടി വരുമെന്നും 1 ലക്ഷം തൊഴിലാളികളെ ബാധിക്കുമെന്നും ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നേതാവ് ടി ഗോപിനാഥ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. സ്വകാര്യ ബസ് മേഖലയ്ക്ക് ആശ്വാസകരമായ നിലപാട് സർക്കാർ ഉടൻ സ്വീകരിച്ചില്ല എങ്കിൽ സംസ്ഥാനത്തുടനീളം പ്രക്ഷോഭം നടത്തുമെന്നും ബസ് ഉടമകൾ അറിയിച്ചു. സർക്കാർ ഈ വിഷയം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഗതാഗത വകുപ്പ് മന്ത്രി ഞങ്ങൾ കണ്ടിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള ബ്രീഫിംഗ് നമ്മൾ കണ്ടപ്പോൾ ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട യാത്രാ സൗകര്യം നിർവഹിക്കുന്ന സ്വകാര്യ ബസ്സുകളെ കുറിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞായിട്ട് ഞങ്ങൾ കേട്ടില്ല. 1 ലക്ഷത്തിലധികം ആളുകൾ നേരിട്ട് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ ഈ വ്യവസായത്തെ സംരക്ഷിക്കാനുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവുമെന്നായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇന്ന് ഞങ്ങളത് കണ്ടില്ല. നാളെ രാവിലെ 10 മണിക്ക് ഞങ്ങൾ തൃശ്ശൂർ സംസ്ഥാന സമിതി യോഗം വിളിച്ചിട്ടുണ്ട്. ഈ സംസ്ഥാന സമിതി യോഗ തീരുമാനത്തിന് ശേഷം ഞങ്ങൾ ബാക്കി സംസ്ഥാനത്തെ മുഴുവൻ സംഘടനകളുമായിട്ട് കൂടിയാലോചന നടത്തി ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങളെ നിലനിർത്താനുള്ള അനുകൂല സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭത്തിൻ്റെ പാതയിലേക്ക് നീങ്ങാനാണ് ഞങ്ങളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഇക്ബാൽ, ഇത് UDFന്റെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നതാണ്. ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഉൾപ്പെട്ട പദ്ധതിയാണ്. ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ എടുത്ത തീരുമാനമാണ്. അത് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കാൻ പോവുകയാണ്. ഏതെങ്കിലും ഒരു പ്രക്ഷോഭത്തിലൂടെയോ സമരത്തിലൂടെയോ സർക്കാർ അതിൽ നിന്ന് പിന്നോട്ട് പോകുമെന്ന സ്വകാര്യ ബസ് ഓണേഴ്സ് അസോസിയേഷൻ വിചാരിക്കുന്നുണ്ടോ? അതോ അവർക്ക് കൂടുതൽ ബെനഫിറ്റ് കിട്ടുന്ന മറ്റെന്തെങ്കിലും ഒരു നടപടി പാരലലായി കൈക്കൊള്ളണം എന്നുള്ളതാണോ ആവശ്യം? അത് തീർച്ചയായും ഈ സ്വകാര്യ ബസ് ഉടമകൾ പറയുന്നത് ഈ ജനക്ഷേമ പ്രവർത്തനം അത് സർക്കാർ അതിൽ നിന്നും പിറകോട്ട് വരണം എന്നുള്ളതല്ല തങ്ങളുടെ ആവശ്യം. KSRTCയിൽ വനിതകൾക്ക് സൗജന്യ യാത്ര ഒരുക്കരുത് എന്നുള്ള കാര്യം തങ്ങൾ ആവശ്യപ്പെടുകയുമില്ല. പകരം സ്വകാര്യ മേഖലയെ പിടിച്ചു നിർത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില പാക്കേജുകൾ പ്രഖ്യാപിക്കണം. മാത്രമല്ല, വിദ്യാർത്ഥികൾക്ക് നിലവിൽ സ്വകാര്യ ബസ്സിൽ കൺസെഷൻ നൽകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു മാറ്റം കൊണ്ടുവരേണ്ടതുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ ഗതാഗത വകുപ്പ് മന്ത്രിയെയും നേരിൽ കണ്ട് അറിയിച്ചതാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു രീതിയിലുള്ള പ്രഖ്യാപനവും നിലവിൽ മുഖ്യമന്ത്രിയോ സർക്കാരോ ഗതാഗത വകുപ്പ് മന്ത്രിയോ നടത്തിയിട്ടില്ല. അതിൽ തങ്ങൾക്ക് വലിയ രീതിയിലുള്ള നിരാശയുണ്ട്. തങ്ങളെ സർക്കാർ വലിയ രീതിയിൽ അംഗീകരിക്കും, തങ്ങൾക്കൊപ്പം നിൽക്കും എന്നുള്ളത് നേരത്തെ മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് തന്നെ VD സതീശൻ പൊതുയുഗ യാത്രയിലൂടെ തങ്ങളെ അറിയിച്ചതാണ്. പക്ഷേ ഇപ്പോഴിതാ അവരുടെ ഈ ജനക്ഷേമ പ്രവർത്തനങ്ങൾ മാത്രം പ്രഖ്യാപിക്കുക എന്നല്ലാതെ തങ്ങളെ പിടിച്ചു നിർത്താൻ, ഈ സ്വകാര്യ ബസ് മേഖലയെ പിടിച്ചു നിർത്താനുള്ള യാതൊരു രീതിയിലുള്ള പ്രഖ്യാപനവും നിലവിൽ സർക്കാർ നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഈ സ്വകാര്യ ബസ് മേഖല തന്നെ നശിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ആവശ്യപ്പെട്ടത് ചാർജ് വർധന എന്നൊരാവശ്യമാണ്. KSRTCയിൽ സൗജന്യ യാത്ര നൽകുകയും സ്വകാര്യ മേഖലയിൽ ചാർജ് വർദ്ധിക്കുകയും ചെയ്താൽ അതിന്റെ ഗുണഫലം അവർക്ക് കിട്ടും എന്ന് സമർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ? അതായത് ഈ സ്വകാര്യ ബസ് ഉടമകൾ പറയുന്നത് നിലവിൽ 70% ഈ സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരിൽ 70% സ്ത്രീകളാണ്. സ്വാഭാവികമായും KSRTC ഇത്തരത്തിലൊരു കൺസെഷൻ വനിതകൾക്ക് നൽകിയാൽ അത് വലിയ രീതിയിൽ അവരുടെ യാത്രക്കാരെ ബാധിക്കും. അതുകൊണ്ട് തന്നെ പിന്നീട് ഈ ബസ്സിൽ കയറുന്ന ആളുകളിൽ നിന്ന് കൃത്യമായി തന്നെ യാത്രാക്കൂലി വാങ്ങാൻ കഴിഞ്ഞാൽ തങ്ങൾക്ക് ഒരു പരിധി വരെയെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിയും. ഇല്ലെങ്കിൽ ഈ സ്വകാര്യ ബസ്സുകളെല്ലാം പിന്നീട് കട്ടപ്പുറത്തിടുകയോ അല്ലെങ്കിൽ ഈ മേഖല തന്നെ ഉപേക്ഷിക്കേണ്ടി വരികയോ ചെയ്യും. 1 ലക്ഷത്തിലധികം തൊഴിലാളികൾക്ക് അവരുടെ തൊഴിലിന് ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ യാത്രാക്കൂലി വർദ്ധിപ്പിക്കണം. അതിനോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന കൺസെഷൻ നിരക്ക് അത് ഒഴിവാക്കേണ്ട ഒരു സ്ഥിതിയും ഉണ്ടാവും. പ്രത്യേകം ഒരു പാക്കേജ് കൂടി സ്വകാര്യ ബസ് ഉടമകൾക്കും അതുപോലെ തന്നെ ഈ മേഖല പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി സർക്കാർ പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ സ്വകാര്യ ബസ് ഉടമകളുടെ ആവശ്യം. അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി നാളെ തൃശ്ശൂരിൽ വെച്ച് സ്വകാര്യ ബസ് ഉടമകളുടെ ഒരു സംസ്ഥാനതല യോഗം വിളിക്കുന്നുണ്ട്. ആ യോഗത്തിന് ശേഷം എന്താണ് ഭാവി പരിപാടിയുമായി മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള കാര്യം ചർച്ച ചെയ്യും. പ്രക്ഷോഭമാണ് സർക്കാരിനെതിരെ തീരുമാനമെങ്കിൽ ആ രീതിക്ക് തന്നെ മുന്നോട്ട് പോകാനുള്ള തീരുമാനം നാളെ തന്നെ സ്വീകരിക്കും. അടുത്ത ദിവസം തന്നെ മുഴുവൻ ബസ് ഉടമകളുടെ സംഘടനകളെയും വിളിച്ചു ചേർത്തുകൊണ്ട് ഈ പ്രക്ഷോഭം ആലോചിച്ച് ഉടൻ തന്നെ അത് നടപ്പിലാക്കും എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷന്റെ സംസ്ഥാന നേതാക്കളായിട്ടുള്ള ടി ഗോപിനാഥ് ഉൾപ്പെടെ അറിയിച്ചിട്ടുള്ളത്. ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്. സ്വകാര്യ ബസ് പണിമുടക്കിലേക്ക് പോകുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാളെ യോഗം ചേരും. അതിനുശേഷം, അതായത് സ്വകാര്യ ബസ് മേഖലയ്ക്ക് അനുകൂലമായ ഒരു തീരുമാനം KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന നഷ്ടം പരിഹരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള അനുകൂല തീരുമാനം ഉണ്ടായില്ല എങ്കിൽ സമരം എന്നുള്ളതാണ് ബസ് ഓണേഴ്സ് അസോസിയേഷന്റെ പ്രഖ്യാപനമായി വന്നിരിക്കുന്നത്.